ഹലോ ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ പത്തനംതിട്ട SFC തുടങ്ങിയെന്ന്. അപ്പോൾ അവിടോട്ട് പോവാട്ടോ. ഇവിടെ തൊട്ടടുത്താ. എല്ലാവരും കഴിച്ചിട്ട് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും കഴിക്കാൻ ഒരു കൊതി തോന്നി. അപ്പോൾ നമ്മൾ നമ്മുടെ കടയുടെ തൊട്ടപ്പുറം, നമ്മുടെ കട അവിടെ വരുന്നവർ നമ്മുടെ കടയിൽ കയറണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാണേ. അപ്പോൾ നമ്മൾ പത്തനാപുരത്തോട് ഇങ്ങനെ പോവാട്ടോ. പറയുന്ന കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, കാറ്റടിക്കുന്നുണ്ട്. നമ്മുടെ കടയുടെ തൊട്ടപ്പുറത്താ. നമുക്ക് നമ്മുടെ കടയിൽ കച്ചവടം കിട്ടുമ്പോൾ അവിടുന്ന് പൈസ എടുത്തിട്ട് പോയി അപ്പുറത്ത് പോയി കഴിക്കാൻ പറ്റും. നേരെ നമ്മുടെ കട കണ്ടോ. അപ്പൊ നമ്മുടെ കടയുടെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയാൽ മതി SFCയിലോട്ടെ. ഇത് അവർക്കൊരു പരസ്യമാവൂ. എന്നും അതിൽ നല്ല റിവ്യൂ അവിടെ കേട്ടത്. അതുമല്ല അവിടെ ഇപ്പൊ ഓഫറുണ്ട് 10. ഞാനൊരു സുന്ദരനെ കാണിക്കട്ടെ. അതല്ല അവിടെ ഓഫറുണ്ട് 10 പീസ്. പിന്നെ ബർഗർ, പെപ്സി, ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കൂടെ. നമ്മളങ്ങോട്ട് നടന്നു പോവാം. ഞാൻ അലച്ചു കാര്യമാണ് നടക്കുന്നത്. എല്ലാവരും എന്നെ വിചാരിക്കും എപ്പോഴും പറയുന്ന പോലെ വട്ട് വെച്ചാന്ന്. ഞാനൊരു സുന്ദരനെ കാണിക്കട്ടെ. ആകാശമായിട്ടും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ആകാശേൻ്റെ ചമ്മല. അപ്പം നമ്മൾ SFCയുടെ മുന്നിൽ വന്നു. SFC ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇന്നലെ ചേട്ടായി ഇവിടെ വന്ന് കഴിച്ചു. നമ്മുടെ അവിടെ ഉള്ള എല്ലാവരും കഴിച്ചു. ഇപ്പോൾ ഓഫറും ഉണ്ടല്ലോ. എന്താണെങ്കിലും കഴിച്ചു നോക്കാം. എന്നും ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞങ്ങളൊരു കാശുകാരാണെന്നൊന്നും വിചാരിക്കില്ല. 100-300 രൂപയ്ക്ക് കഴിക്കും, അത്രേ ഉള്ളൂ. എടാ നമ്മൾ വന്നേ SFC. ഞാൻ വീട്ടിൽ ഇടുന്ന ടീഷർട്ട്, ചേട്ടായുടെ പാൻറ്, ഇതാണ് എൻ്റെ വേഷം. ഇതിട്ടുകൊണ്ടാണ് വരുന്നത്. വലിയ ആൾക്കാരില്ല. അപ്പോൾ നമ്മൾ കടയിലോട്ട് വന്നേ. ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വീഡിയോ എടുത്ത് കടാം. നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് വെയിറ്റിംഗ് ആട്ടോ. നമ്മൾ കുറേ നേരം ഇരുന്നിരുന്ന് മുഷിഞ്ഞ് ഞാൻ പിന്നെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരെ തിന്നുന്നതൊക്കെ നോക്കിയിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. അവരൊക്കെ തിന്നുന്ന കാണുമ്പോൾ ഒരു രസം. നമുക്കാണെങ്കിൽ വായിലിങ്ങനെ കൊതി വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് പിന്നെ ദേഷ്യം വന്നു. എന്നിട്ടും വന്നില്ല. പിന്നെയും വെയിറ്റ് ചെയ്യുക. പിന്നെ നഖമൊക്കെ ഉള്ളതുകൊണ്ട് നഖമൊക്കെ കടിച്ചിങ്ങനെ ഇരുന്നു. ഈ നഖം കടിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടോയെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഏറ്റവും അവസാനം നമ്മുടെ സാധനം വന്നു. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി കേട്ടോ. ഇംഗ്ലീഷോ? മദാമയാ, മദാമ. വേറൊരു മദാമയെ കാണിക്കാൻ. ഇതാരാ? ആരാന്ന് പേര് പറഞ്ഞേ കുഞ്ഞിന്റെ? ഉറക്കെ പറയടി, ഉറക്കെ പറ. അയ്യോ, അതുകൊണ്ട് കുറെ ഒരാളുണ്ട്. ഇനി വന്നേ. പോയി പോയി, ഭയങ്കര ബിസിയാ. ബിസി കാണിക്കേ. ചിരിച്ചേ ചിരിച്ചേ.
അടിപൊളി. ഇതാരാ അപ്പന്ന് പറയടി. ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. അപ്പൊ സംസാരിക്കാം. അപ്പ കണ്ടു പറ. അതെന്താ SFCയിൽ പോയിട്ട് റിവ്യൂ ഒന്നും പറഞ്ഞില്ലല്ലോ. നല്ലതായിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരോട് ചെന്നിട്ട് നമുക്ക് കഴിക്കാൻ തികയാത്ത അത്രയും ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ പാടത്തുനിന്ന് നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് എല്ലാവരും വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കരോളിൻ്റെ പിള്ളേർ വന്നു. ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. കരോളിൻ്റെ പിള്ളേർ വന്നു. നല്ല രസമായിരുന്നു. ഒരു സാന്താക്ലോസ് ഭയങ്കര കളിയായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി മിനി വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ SFC പോകാമെന്ന് വെച്ചാൽ എടുത്തത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇവരൊക്കെ വന്ന് അപ്പോൾ കുട്ടി ഒരു വീഡിയോ എന്തെങ്കിലും നല്ല ജോളിയായിട്ട് എടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ. അപ്പോൾ ചച്ചാ. അപ്പം ഞാൻ നമ്മുടെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്തത്. നമ്മുടെ ഉണ്ണിമോളും ഗീതയും കൂടെ SFC വാങ്ങിക്കാൻ രാത്രി 10 മണിയായപ്പോൾ പോയിരുന്നു. അപ്പം ഞാനും കൂടെ പോകാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ കൂടെ അങ്ങ് എടുക്കാമെന്ന് വെച്ചു. എന്തേണ്ടേ ഈ ഗീതയമ്മ മീൻ വെട്ടിയിട്ട് കയ്യൊന്നും കഴുകാതെ പോകും. ഉണ്ണിമോളുടെ നാണം കണ്ടോ. ഇവരെ ബോഡി ഗാർഡായിട്ടാണ് ഞാൻ പോന്നെ. ഈ നൈറ്റ് ഒക്കെ ഇട്ട് ഏതാ ഈ തൊഴിലുറപ്പ്. ഇവര് തൊഴിലുറപ്പ് കഴിഞ്ഞു തരുമോ. SFC പോകുന്ന കണ്ടോ. അവരെന്ത് കാഷ്വലായിട്ടാണ് പോകുന്നത്. ഒരു ജാടയും വിലയും ഒന്നുമില്ല. നൈറ്റ് ഇട്ട് ഒരു ഷാള് കിട്ടും. ഇത്ര സാധാരണയായിട്ട് ആര് പോകും. അയ്യോ ആട്ടും ഓക്കെ. അയ്യോ ഒരു സുന്ദരനെ കണ്ടോ. സുന്ദരനാണോ സുന്ദരിയാണോ. ആ സുന്ദരി. നല്ല സുന്ദരി അല്ലയോ. അയ്യോ പോസൊക്കെ ചെയ്യുന്നു. എല്ലാം അറിയാം. ഫാഷൻ കാണിച്ച ചുണ്ടിലെങ്ങനെ ഫാഷൻ. മയങ്ങിയിരിക്കുവന്നോ. എടാ എടി മയങ്ങിയിരിക്കുവന്നോ. പേരെന്തുവാ. പേര് പറഞ്ഞേ. കയ്യിരുന്ന് ഉറങ്ങുവാട്ടോ. നമ്മുടെ ആട്ടുംകുട്ടി വീട്ടിൽ പോയി. ഇതെന്റെ ഉണ്ണിമോളിരിക്കുന്നുണ്ടോ. ആട്ടുംകുട്ടി വീട്ടിൽ പോയി. വഴിയിൽ നിന്ന് കണ്ട ആട്ടുംകുട്ടി നല്ല രസമാണ് കാണാൻ. 2 മാസമായി. പക്ഷെ ആൾക്ക് വളർച്ച കുറവാന്നേ. ഇങ്ങനെ വെള്ളയും വലിയ ചെവിയും ഹെയർ വന്നിട്ട് വെള്ളയും കറുപ്പും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ SFCയിൽ വെയിറ്റ് ചെയ്യാണ് ഉണ്ണിമോക്കും ഗീതേമ്മയ്ക്കും വേണ്ടിയുള്ള ചിക്കന് വേണ്ടി. ഉണ്ണിമോള് SFCയെ തിന്നു അല്ലേ ഉണ്ണിമോളെ. ഇതൊരു പാഷനാ. വല്ല പഴങ്കഞ്ഞിയും കുടിക്കാനുള്ളതിന് SFC. ഇനി ഉണ്ണിമോള് പറയുന്നു ഉണ്ണിമോൾ ഇനി ഇങ്ങോട്ടാക്കാൻ പോവാ ജോലിയിൽ. ഇനി ഫുൾ SFCയാ തിന്നുന്നത്. SFCയിൽ ഇത്രയും സ്റ്റൈലിൽ ആര് വന്നിരിക്കും. നൈറ്റി തോർത്ത്. ഞങ്ങളിവിടെ പാഷൻകാരാ പണ്ടേ. ഗീതേമ്മയുടെയൊക്കെ പാഷൻ കണ്ടോ. പച്ചയൊക്കെ ഇട്ട്. ഉണ്ണിമോളെ റോസ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുമോ. ഇത് വാങ്ങിച്ചോണ്ട് ഞങ്ങൾ നേരെ കടയിൽ പോകും. കലയുമ്പോൾ ഇവരെ രണ്ടിനെയും ചാടിക്കും.